നമ്മുടെ മൾബറിയിൽ ഈ വർഷവും പതിവ് പോലെ നിറച്ച് കായ്കളുണ്ട്. കാട്ടുകിളികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ മൾബറിയെ. എനിക്ക് 4ഓളം മൾബറി ഉണ്ട് ഇതേപോലെ തന്നെ. അത്യാവശ്യം 2 മീറ്ററോളം ടോളുണ്ട്, 2 മീറ്ററോളം ഹൈറ്റുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഒരെണ്ണം പൂർണ്ണമായിട്ട് പ്രൂൺ ചെയ്തതാണ്. പക്ഷേ ഈ വർഷം നോക്കുമ്പോൾ അത് വീണ്ടും ഓൾമോസ്റ്റ് 2 മീറ്ററോളമായി. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. ഈ കറുത്ത് വരണം. ഈ ആദ്യം പച്ച, പിന്നെ കളറ് മാറി പതുക്കെ പതുക്കെ അത് കറുത്ത കളറ് പോലെ ആവും. ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലത്തെ ഒരു കളറ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കളറായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതേസമയം പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പുളിയാണ്. ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നീണ്ട ഹോളിഡേയ്സിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ഞായർ. ഇവിടെ പിന്നെ ഓസ്ട്രേലിയയിൽ അതിൻ്റെ പിറ്റേ ദിവസവും നമുക്ക് അവധിയാണ് ഇവിടെ. അപ്പം നീണ്ട 4 ദിവസങ്ങൾ അവധി. അങ്ങനെ സായാഹ്നത്തിൻ്റെ നിറപ്പകിട്ടാർന്ന കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. മൾബറി കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഞാൻ കുറച്ച് വാഴകളൊക്കെ വെട്ടിയതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-20ഓളം വാഴ ഞാനിവിടെ വെട്ടിക്കളഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒരു അഭ്യാസമാണെന്ന് പറയാം. അതായത് റബ്ബറിന് വില കുറയുമ്പോൾ റബ്ബർ വെട്ടി തെങ്ങ് നടും, തേങ്ങയ്ക്ക് വില കുറയുമ്പോൾ തെങ്ങ് വെട്ടി നമ്മൾ കാപ്പി നടും, കാപ്പിക്ക് വില കുറയുമ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞ് കൊക്കോ നടും. അതുപോലെ ഞാനിവിടെ ഏത്തക്കൊലയാണേ. അപ്പോൾ ഞാനിവിടെ എന്താ എൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചാൽ, ആ ഒരു ഏരിയ ഒരു 10-20 വാഴ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കോവൽ നടാനുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് കോവലിന് അത്യാവശ്യം നല്ല മാർക്കറ്റാണ്. നമ്മുടെ കോവയ്ക്ക മെൽബൺ, സിഡ്നി ഭാഗത്തേക്കൊക്കെ ഒരു പാർട്ടി മേടിച്ചിട്ട് കയറ്റി വിടുകയാണ്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ലോക്കൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം എനിക്ക് ഒരു 6 മാസം ഞാൻ കോവയ്ക്ക പറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്കൊരു ആഴ്ചയിലൊരു 25 കിലോ ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പോരാ, ഹൈ ഡിമാൻഡാണ്. അപ്പം നോക്കാം, അതാണല്ലോ രീതി. മാർക്കറ്റിൽ ഏതാണോ ഡിമാൻഡ് അതനുസരിച്ച് വേണ്ടേ നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ വാഴയെല്ലാം വെട്ടി കാലുകൾ നാട്ടി. അതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള പരിപാടി. കാലെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ചതുപ്പ് പോലത്തെ സ്ഥലമാണ് ബ്രിസ്ബൺ എന്ന്